ഹലോ ഡിയേഴ്സ്, നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിൽ നിന്ന് നമ്മുടെ മഹാലക്ഷ്മി അറിയുന്നുവോ നമ്മുടെ സാഗറും നമ്മുടെ മേഘനാഥനും ഒറ്റക്കെട്ടാണെന്നുള്ളൊരു കാര്യം. സാഗർ തന്നെ ചതിക്കുവാണെന്നുള്ള ഒരു സത്യം നമ്മുടെ എന്താ പറയാ മഹാലക്ഷ്മി അറിയാൻ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആദ്യം തന്നെ നമ്മുടെ സാഗറിന്റെ കൂടെ നമ്മുടെ മഹാലക്ഷ്മി മാർക്കറ്റിലേക്ക് പോവുകയാട്ടോ. അപ്പൊ നമ്മുടെ സാഗർ ചോദിക്കുന്നുണ്ട്, മാർക്കറ്റിലോ മാഡം എന്തിനാ മാർക്കറ്റിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞിലെ മുതൽ അമ്മയ്ക്കൊപ്പം പോയിരുന്നതാണ്, എനിക്കതിൽ കുറച്ചിലൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട് കേട്ടോ, ഈ മാഡം ഒന്ന് വിളി നിർത്തിയിട്ട് ലക്ഷ്മി ചേച്ചി എന്നാക്കിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാഗർ, ലക്ഷ്മി ചേച്ചിയോ, ഓ ഇവള് ചേച്ചി ആക്കി കളഞ്ഞോ, ആ സാരില്ല, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ നൈസാക്കി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാഗർ ഉള്ളിനുള്ളിലൊക്കെ കരുതുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവര് മാർക്കറ്റിൽ എത്തുന്നുണ്ട്. മാർക്കറ്റിൽ വെച്ച് നമ്മുടെ മഹാലക്ഷ്മി മേഘനാഥനെ കാണുകയാട്ടോ. അപ്പൊ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ ഓടി മറഞ്ഞൊക്കെ പോകുന്നുണ്ട്, കുറെ ഓടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ഓടി ഓടി മുന്നിൽ എത്തുന്നത് നമ്മുടെ മഹാലക്ഷ്മിയുടെ മുന്നിൽ തന്നെ ആയിരിക്കും ഓടി ഓടി എത്തുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഇവിടൊക്കെ തന്നെ ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ പിന്നെ എവിടെ പോകാനാ, അന്ന് എനിക്കൊരു തെറ്റ് പറ്റി, അതിനുള്ള മറുപടി നീ അപ്പൊ തന്നെ തരുകയും ചെയ്തു, പിന്നെയും നീ എന്തിനാ എന്നെ ഇങ്ങനെ പിന്തുടരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്, ഇനി നിന്റെ കയ്യിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ കോടതിയിൽ കയറ്റാനുള്ള കഴിവ് എനിക്ക് ഇപ്പോഴുണ്ട്, എന്നെ പിന്താങ്ങാൻ കുറെ ആൾക്കാരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മേഘനാഥൻ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഓ ആ വീൽ ചെയറിലിരിക്കുന്ന മുതലിനെ കണ്ടിട്ടായിരിക്കും ഇവളി തിളയ്ക്കുന്നത് എന്നൊക്കെ ഉള്ളിൽ കരുതുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ ഇങ്ങനെ കുറച്ച് ചെറിയൊരു വാക്പോരൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ വേഗം പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ മേഘനാഥൻ പോകുമ്പോൾ പുറത്ത് സാഗർ നിൽക്കുന്നുണ്ട്. അപ്പൊ സാഗറിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, അവൾ എന്നെ കണ്ടടാ, അവൻ കയ്യോടെ പിടികൂടിയടാ, അവൾക്ക് എന്നെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് സാഗറിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സാഗർ നോക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ സാഗർ പറയും, വേഗം വിട്ടോ, ഇതേ മാഡം വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ തന്നെ ഇവർ ജസ്റ്റിനോട്ട് രക്ഷപ്പെടുന്നത്. നമ്മുടെ മഹാലക്ഷ്മി വരുമ്പോൾ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നേ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവർ സംസാരിക്കുന്നതും ഇവര് തമ്മിലുള്ള ഈ ഒരു സൗഹൃദമൊക്കെ നമ്മുടെ മഹാലക്ഷ്മി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാനെ അല്ലെ. അപ്പൊ എന്തായാലും അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ കരുണയുടെ വീട്ടിലാട്ടോ. കരുണയുടെ മുത്തശ്ശി ഇങ്ങനെ നമ്മുടെ കരുണയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. മോളെ സമാധാനപ്പെട്ട്, നിന്റെ അച്ഛൻ ഒരു പരിഹാരം കണ്ടെത്താന്ന് പറഞ്ഞിട്ടില്ലേ, നിന്റെ കണ്ണീർ നിന്ന് ഇത്രയും കണ്ണീർ ഒഴിക്കാതെ അതിന്റെ ഇരട്ടി ഒഴുകും നിന്റെ അച്ഛന്റെ കണ്ണിൽ നിന്ന്. നിനക്കറിയാവല്ലോ നിന്റെ അച്ഛനെ, നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ നമ്മുടെ കരുണയോട് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും നീ നോക്കിക്കോ മോളെ മഹാലക്ഷ്മി, നിന്റെ കാൽക്കൽ ഞാൻ കൊണ്ടുവന്ന് തള്ളും, നീ നോക്കിക്കോ, ഞാൻ ആ കണ്ണൻ എന്നവനെ കൊല്ലാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, എടാ കണ്ണൻ പോയാല് കണ്ണന്റെ സ്വത്തുക്കൾ മഹാലക്ഷ്മിയുടെ തലയിൽ വരില്ലേ, അപ്പോൾ അത് വീണ്ടും അവൾക്ക് അനുഗ്രഹമല്ലേ ആകുള്ളൂ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ആ ആദ്യം തല പോട്ടേമേ പിന്നെ വാല് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന രംഗത്തിലാട്ടോ കൂട്ടുകാർ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കണ്ണനെ കൊന്നൊടുക്കാൻ ഇപ്പൊ ആൾക്കാർ കൂടി കൂടി വരുക അല്ലെ. അപ്പൊ ഈ ഒരു ദുരന്തങ്ങളിൽ നിന്നൊക്കെ കണ്ണൻ എങ്ങനെ രക്ഷപ്പെടും, കണ്ണനെ രക്ഷിക്കാൻ നമ്മുടെ മഹാലക്ഷ്മിയെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതിന് പിന്നാലെ നമ്മുടെ സാഗറിന്റെ ചതി, ആ ചതിയില് നമ്മുടെ മഹാലക്ഷ്മി ഉറപ്പായിട്ടും വീടില്ല എന്നറിയാം. പക്ഷെ സാഗർ പിന്നീട് വീടില്ല എന്നറിയുമ്പോൾ എന്തെങ്കിലും ക്രൂരത ചെയ്തു കൂട്ടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.